ക്രിസ്തുവോ ഭവനത്തിൻ്റെ അധികാരി. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി അതോറിറ്റി ഓഫ് ഗോഡ്സ് ഹൗസ്. എബ്രായ ലേഖനം 3:6. എബ്രായ ലേഖനം മുഴുവനും ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ മഹത്വത്തെക്കുറിച്ചും അവൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും ഭൂമിയിലുള്ള സകലതും അവൻ്റെ വചനം കൊണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നു. ഭൂമിയിലുള്ള സകലതും അവൻ്റെ വചനം കൊണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നതാണ് എബ്രായ ലേഖനം പറയുന്നത്. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. ആരെയാ? യേശുവിന്. എനിക്കൊരവകാശി ഉണ്ടെന്നേ. അവനാണ് എൻ്റെ ഭവനത്തിൻ്റെ അവകാശി. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും, അതായത് യേശുക്രിസ്തു പിതാവാം ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ ഉറവിടം അവനാണ്. അവനെ പിതാവാം ദൈവത്തിൻ്റെ തേജസ് ക്രിസ്തുവിൽ കൂടെ നമ്മൾ കാണുന്നുള്ളൂ. തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും. ചില മുദ്രയിട്ട് കൊടുക്കുകയാണ്. ചില തത്വങ്ങളുണ്ട്. ഈ ഭവനത്തിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, എൻ്റെ ഭവനം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഇതെന്തിന് ഉപയോഗിക്കണം എന്നുള്ള തീരുമാനം എനിക്കാണ്. ദൈവഹിതമല്ലാത്തൊന്നും ഇവിടെ കയറാനൊക്കത്തില്ല എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതല്ല സാരമില്ല എന്ന് ആദ്യം ചിന്തിച്ചാൽ ക്രമേണ അവൻ കയറി പിന്നെ അവസാനം നമ്മളെ ഇല്ലാതാക്കും. അതുകൊണ്ട് വളരെ എജൈലായിട്ട്, വളരെ തീഷ്ണതയോടുകൂടി തൻ്റെ ഭവനത്തെ സൂക്ഷിക്കാൻ മതിയായവൻ യേശുക്രിസ്തുവാണ്. പിന്നെ ഓർക്കണേ, മെയിൻ പോയിൻ്റ് 1 കൊരിന്ത്യർ 3:16 പറയുന്നത് പോലെ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണ്. ദാറ്റ് മീൻസ് ഭവനമാണ്. ദൈവം ഭവനമാണ്. ദൈവം ഒരു വ്യക്തിയായിട്ട് നമ്മൾ, പിതാവാം ദൈവം ഭവനമാണ്. യേശു വന്നത് ഭവനം ഉണ്ടാക്കാനാണ്. എന്തിന്? പിതാവിൽ നിന്ന് നഷ്ടപ്പെട്ട മക്കളെ തിരിച്ച് ഈ ഭവനത്തിലേക്ക് ചേർക്കാൻ. ഒരു കുടുംബം അതൊരു ഭവനമാണ്. എപ്പോഴാണ് ഭവനമാകുന്നത്? മക്കളും മരുമക്കളും കൊച്ചുമക്കളും അപ്പനും അമ്മയും എല്ലാം ഒന്നിച്ച് ഒരു ഭവനം. അതില്ലാത്തത് ഭവനമല്ല. തന്നെത്താനെ ജീവിച്ച് ഇപ്പോൾ ഒരു മക്കളൊക്കെ ആയിട്ട് കുടുംബജീവിതം എന്തെന്ന് അറിഞ്ഞുകൂടാ, ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളൊരു കാലത്തിൽ വീടില്ലല്ലോ എന്നാ കുഴപ്പം? എവിടെ വേണേലും താമസിക്കാമല്ലോ, റെൻറ്റിന് പോരെ. ഒരു വീട് വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഭവനം സൃഷ്ടിക്കുന്നുണ്ട്. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. വീട് പണിയേണ്ടവൻ ദൈവമാണ്. ഏതൊരു സ്ത്രീയുടെ പ്രത്യേകിച്ച് ഏറ്റവും വലിയായിട്ട് അത്യാവശ്യമുള്ള ഒരു കാര്യം ഒരു ഭവനം വേണം, ഒരു വീട് വേണം. സ്ത്രീകളാണ് ഭവനം ഉണ്ടാക്കുന്നത്. ഒരു ഭവനത്തിൻ്റെ വിളക്കും സ്ത്രീകളാണ്. എബ്രായ ലേഖനം 3:6 ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. അതായത് ഭവനത്തിനൊരധികാരി വേണം. അതിന് മുൻപോട്ട് നോക്കാം നമുക്ക്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, എബ്രായ ലേഖനം 3, സ്വർഗീയ വിളിക്ക് ഓഹരിയായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. ആരെ നോക്കണം എന്നാ പറഞ്ഞ്? അപ്പോസ്തോലൻ, അതായത് അപ്പോസ്തോലനും അതുപോലെ തന്നെ മഹാപുരോഹിതനുമായിട്ട് നമ്മൾ ആദ്യം കാണേണ്ടത് യേശുവിനെയാണ്. ആ യേശുവിനെ നോക്കണം. കാരണം ഭവനം ഉണ്ടാക്കുന്നവന് എങ്ങനെ ഭവനം ഉണ്ടാക്കണമെന്ന് അറിയാം. അതിൻ്റെ ആർക്കിടെക്റ്റ് ദൈവം തമ്പുരാനാണ്. അതെങ്ങനെ പണിതെടുക്കണം, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. അത് ദൈവഹിതത്തിനല്ലാത്തതെല്ലാം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് മാറണം. നമ്മുടെ ശരീരമാകുന്ന ഭവനങ്ങളിൽ നിന്നും ദൈവഹിതമല്ലാത്ത എല്ലാം ഒഴിഞ്ഞു മാറണം. വി ആർ ഗിവിങ് എ നോട്ടീസ്, ഗെറ്റ് ഔട്ട് എന്ന് പറയാനുള്ള ധൈര്യം വരണം. ഈ മിക്ക കാര്യങ്ങളും നമ്മൾ പുറത്ത് യുദ്ധം ചെയ്തല്ല നേടുന്നത്. നമ്മൾ പ്രെയർ ക്ലോസറ്റ് എന്ന് പറയും. അതായത് ഇരിക്കുന്ന ഒരു സ്ഥലം, ഒരു പ്രാർത്ഥനാലയം. അവിടെ നമുക്ക് പള്ളിയിൽ പോകണമെന്നില്ല, നമ്മുടെ ഭവനത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മളെക്കാട്ടി കൂടുതൽ കത്തോലിക്കർക്കാണുള്ളത്. അവരുടെ വീടിന് എല്ലാവർക്കും ഒരു ഓൾട്ടറും ഒരു കർത്താവിൻ്റെ പടവും ഒക്കെ വെച്ച് അവർ ദൈവത്തെ കുടുംബമായിട്ട് ആരാധിക്കുന്ന പല ഫ്രണ്ട്സിനെ എനിക്കറിയാം. അവിടെയെല്ലാം ഐശ്വര്യമുണ്ട്. എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും കർത്താവ് അവസാനം അവരെ രക്ഷിക്കുന്നത് തന്നെ ഞങ്ങൾ കുടുംബമായിട്ട്. കുടുംബത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കത്തോലിക്കർ തന്നെയാണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഓരോ സഭയ്ക്ക് ഓരോ ഗുണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് കുടുംബത്തിൽ നമ്മൾ ആരെ ആദ്യം നോക്കേണ്ടത്? ഉടമസ്ഥനായ യേശുവിനെ. മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ
മോശ ദൈവഭവനം പണിയാണ്. ആർക്ക് ഓഫ് ദ കവനൻ്റ്, ഹോളി ഓഫ് ഹോളിയെ, ഇതെല്ലാം ദൈവം പണിയിപ്പിച്ചത് മോശയെ കൊണ്ടാണ്. അത് വിശ്വസ്തയോടെ അവൻ ചെയ്തു. ദൈവഭവനത്തെ പണിയിച്ച് മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തൻ. അതായത് ദൈവത്തെ മോശയെ പറഞ്ഞു വിട്ട ദൈവം തമ്പുരാൻ തന്നെയാണ് യേശുവിനെ ഭൂമിയിലോട്ട് വിട്ടത്. മോശ നിഴലായിട്ട്, സ്വർഗത്തിലൊരു ആർക്ക് ഓഫ് ദ കവനൻ്റ് ഉണ്ട്, സ്വർഗത്തിലൊരു പേടകമുണ്ട് അതിവിശുദ്ധ സ്ഥലത്തിൻ്റേത്. അവിടെ അത് വെളിപ്പെട്ട് വന്നു എന്ന് വെളിപ്പാടിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം മോശ പഴയ നിയമത്തിൻ്റേതാണെന്ന് പറഞ്ഞാലും ക്രിസ്തുവിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭവനമാണ് ഇവിടെ പണിതെടുക്കാൻ ശ്രമിച്ചത്. വിശുദ്ധം അതിവിശുദ്ധം പ്രാകാരം. അതിവിശുദ്ധ സ്ഥലത്ത് വസിക്കുന്ന ദൈവം നമ്മുടെ ആത്മാവിലാണ് വസിക്കേണ്ടത്. വിശുദ്ധം നമ്മുടെ ശരീരമാണ്. പുറം സ്ഥലത്ത് നമ്മളുമായിട്ടുള്ള കണക്ഷൻ വളരെ കുറച്ചാണ്. ദാറ്റ് ഈസ് ടു ബി സാങ്ക്ടിഫൈഡ് ആൻഡ് റെക്ടിഫൈഡ്. അതായത് കറക്റ്റ് ചെയ്യണം എല്ലാത്തിനെയും അകത്തിന്. എൻ്റെ മതിലുകൾക്ക് സ്തുതിയെന്നും എൻ്റെ ഭിത്തികൾക്ക് സ്തോത്രമെന്നും വിളിച്ചു പറയാൻ തക്കവണ്ണമുള്ള ആത്മാവ് നമ്മുടെ ഭവനങ്ങളിൽ മേൽ എഴുതപ്പെടുന്ന ദിവസമാണിന്ന്. ഭവനത്തെക്കാളും ഭവനം ചുമച്ചവൻ അധികം മാനമുള്ളതുപോലെ ഈ വീടിനെക്കാട്ടിലും വീടുണ്ടാക്കിയവനാണ് പ്രസക്തി. അതായത് വീട്ടിൽ താമസിക്കുന്ന എനിക്കാണ് പ്രസക്തി. വീട് അങ്ങനെ ഉണ്ടാക്കി വെച്ചാലും ഇതിനകത്തെ ആളിൻ്റെ അനുസരിച്ചാണ് വീടിൻ്റെ മഹത്വം. ഭവനത്തെക്കാളും ഭവനം ചമച്ചവൻ അധികം മാനമുള്ളതുപോലെ യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിൽ യോഗ്യനെന്ന് എഴുതി. മോശയെക്കാട്ടിൽ യോഗ്യനായിട്ട് ഭവനത്തിൻ്റെ അധികാരിയായിട്ട് വന്നവൻ യേശുവാണ്. ഭവനത്തിൻ്റെ അധികാരി യേശുവാണ്. പഴയ നിയമത്തിൽ ചുമ്മാതല്ല. മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ മോശയുടെ ആത്മാവിനെ പിശാച് ചോദിക്കുന്നു. ആത്മാവിനെയല്ല, ശരീരത്തിന്, മരിച്ച ശരീരത്തിനെ ചോദിക്കുന്നു. അപ്പം മിഖായേൽ വന്നിട്ട് യഹോവ നിന്നെ ഭത്സിക്കുന്നു എന്ന് യൂദായുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും തിരിച്ച് വഴക്കുണ്ടാക്കാനൊന്നും പോയില്ല. ഭത്സിക്കുന്നതിന് ശക്തിയുണ്ട്. മോശയുടെ ശരീരം കണ്ടിരുന്നെങ്കിൽ അവരത് വെച്ചൊരു വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ഇന്ന് ദൈവത്തെക്കാട്ടി വലുത് മോശയെന്ന് പറഞ്ഞേന്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ശരീരം, മോശയുടെ ശരീരത്തിനെ മനുഷ്യന് കൊടുത്തില്ല. അവരവിടെ എല്ലാം നോക്കിയാലും കണ്ടുപിടിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഏലിയാവിൻ്റെ ശരീരം. ഏലിയാവ് സ്വർഗത്തിലോട്ട്, പിന്നെ അവരെല്ലാം പോയി തപ്പിയിട്ട് കണ്ടില്ല. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. അവൻ്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായത്രേ. അതായത് മോശ വിശ്വസ്തനായിരുന്നത് ഒരു ഭൃത്യൻ്റെ ലെവലിലാണ്, മകനെന്ന ലെവലിലല്ല. പഴയ നിയമത്തിൽ തോഴന്മാരെന്ന് പറയുന്നതിൻ്റെ റീസൺ അതാണ്. പുതിയ നിയമത്തിൽ നമ്മൾ മക്കളും മണവാട്ടിയുമായിട്ട്, സഭ മണവാട്ടി, നമ്മൾ മക്കളായി മാറുകയാണ്. പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം റോമർക്കെഴുതിയ ലേഖനം 8:15 തന്നിരിക്കുന്നത് ഭവനം പണിയേണ്ടിയവർക്ക് വേണ്ടി എനിക്കൊരപ്പനുണ്ട്, എനിക്ക് വേണ്ടി കരുതുന്ന അപ്പനുണ്ട്, എനിക്ക് ഭവനം പണിയേണ്ടതെല്ലാം ഒരുക്കി വെച്ച ഒരപ്പനുണ്ട്, എനിക്ക് വേണ്ടി ചെയ്തു. ഇവിടെ ഭവനത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. മോശ വെറും ഭൃത്യനാണെന്നാണ് വചനം പറയുന്നത്. അങ്ങനെയെങ്കിലോ ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. എൻ്റെ ഭവനത്തിനൊരു അധികാരിയുണ്ട്, അത് യേശു ക്രിസ്തുവാണ്. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവൻ്റെ ഭവനമാകും. ക്രിസ്തു ഭവനമെന്ന് പറഞ്ഞു. പിതാവിന് മക്കളെ ഉണ്ടാക്കിയവർ നഷ്ടപ്പെട്ടവരെ തിരിച്ചു കൊടുക്കാനാണ് യേശു വന്നത്. മോശ ജീവിതകാലത്ത് ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്ന് തൻ്റെ ജനതയെ രക്ഷിക്കാൻ വന്ന് രക്ഷിച്ചു. അത് ഭൃത്യൻ്റെ പദവിയെ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ക്രിസ്തു ഉടമസ്ഥനാണ്. അതോറിറ്റീസ് ഇൻ ഹിസ് ഹാൻഡ്. ചെങ്കോല് ദൈവത്തിൻ്റെ കയ്യിൽ, സ്വന്തം പുത്രൻ്റെ കയ്യിലാണ് പിതാവിൻ്റെ ചെങ്കോലിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം ദൈവത്തിലുള്ള പ്രത്യാശ, കർത്താവിനെക്കുറിച്ച് പ്രശംസിക്കാനുള്ള അവസാനത്തിന് കുറുകെ പിടിച്ചുകൊണ്ടാൽ നാമും അവൻ്റെ ഭവനം, അതായത് അവൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ അവൻ്റെ ഭവനമായി ദൈവം മാറ്റുമെന്ന്. നമ്മുടെ ഭവനത്തിൻ്റെ അധികാരി അപ്പോൾ യേശുക്രിസ്തുവാണ്. അങ്ങനെ വരും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവാണ് ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. യേശുക്രിസ്തു രക്ഷകനാണെന്ന് മനുഷ്യൻ്റെ വാക്കുകൊണ്ട് പറയണഞ്ഞാൽ പോലും അവൻ്റെ ഹൃദയത്തിനകത്ത് അവൻ ഉൾക്കൊള്ളണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആകർഷിക്കണം.
കർത്താവ് വചനം പറയുന്നതിന് മുമ്പ് കർത്താവ് എന്നോട് പറഞ്ഞ ഒരു പോയിൻ്റാണ്, നീ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമോ, ഞാൻ ആകർഷിക്കേണ്ടിവരെ ഈ തുരുമ്പ് മാഗ്നറ്റിനെ എങ്ങനെയാണ് ഒരു ഇരുമ്പിനെ അട്രാക്റ്റ് ചെയ്യുന്നത്, അതുപോലെ എനിക്ക് വേണ്ടിവരെ ഞാൻ അട്രാക്റ്റ് ചെയ്യും. കർത്താവിൻ്റെ ആത്മാവ് നിയോഗിച്ചവർ, ദൈവത്തിൻ്റെ ഭവനം പണിയേണ്ടിയവർ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവമാണ് എൻ്റെ അതോറിറ്റി, ദൈവമാണ് പറയുന്നത് എങ്കിൽ കർത്താവ് പിന്നെ പറയുന്നതാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുളി ചെയ്യുന്നു. എന്താണ്? ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസങ്ങളിലെ മത്സരത്തിലെന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. നമ്മുടെ പിതാക്കന്മാർ കഠിനമാക്കിപ്പോയി, എന്നാൽ അവരെൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് എന്നൊരു ദിവസമുണ്ടെങ്കിൽ നാൾതോറും നമ്മൾ അന്യോന്യം പ്രബോധിപ്പിക്കണം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ക്രിസ്തു ഭവനമുണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഭവനമുണ്ടാക്കാൻ ദൈവം അധികാരം തരികയാണ്. ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ ഹൃദയത്തിനകത്തിരിക്കാൻ. ഞാൻ എൻ്റെ തോട്ടത്തിൽ എനിക്ക് വിളവെടുക്കാൻ പറ്റാത്ത ഒറ്റ ചെടി കിളിപ്പിക്കത്തില്ല. അത് ഞാനാണ് തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും തീരുമാനമെടുക്കണം. അവിടെ ഒരു അധികാരമുണ്ട്. എനിക്കൊരു അധികാരമുണ്ട് ആത്മീയ ഗോളത്തിൽ. അത് ദുഷ്ടൻ കൈകടത്താൻ വന്നാൽ ഒറ്റ അടിക്ക് അവൻ്റെ തല തെറിപ്പിക്കുമെന്ന് പറയാനുള്ളത്. വാളെടുത്തവൻ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വാൾ ഉറയിലിടുന്നു എങ്കിൽ ശപിക്കപ്പെട്ടവൻ. വാളെന്ന് പറയുന്ന വചനമാണ്. വചനം ഇരുവാട്ടരെയുള്ള വാളെടുത്തിട്ട് നമ്മളെടുത്ത് ഉപയോഗിക്കുമ്പോൾ ദുഷ്ടൻ്റെ തല തെറിച്ചു പോവുക തന്നെയല്ല, ദൈവത്തിൻ്റെ മക്കൾ തിരിച്ചു കയറി വരും നമ്മൾ കാണണം. ഭവനത്തിൻ്റെ ഉടമസ്ഥൻ യേശു ക്രിസ്തു, വേറൊരാൾ ഉടമസ്ഥനായിട്ടില്ല. ഈ പരമസത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ വായുമണ്ഡലത്തിൽ വ്യത്യാസമില്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് ഈ ആത്മീയ ഗോളത്തിലുള്ളവർക്ക് മനസ്സിലാകും. ചില ചർച്ചുകളിൽ അല്ലെ ചില പ്രയർ ഹോളുകളിലൊക്കെ ചെന്ന് നമുക്ക് പ്രാർത്ഥന തന്നെയേ വരും. നമുക്കൊരു ലൈറ്റർ ഫീലിംഗ്. ഞാൻ കോഴിക്കോട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നോട്ട് ചെയ്യുന്നത് പോട്ടയുടെ സൈഡിൽ കൂടെ നമ്മൾ പോകുന്നത്, അങ്കമാലി കഴിഞ്ഞ് പോട്ടയ സൈഡ്. അപ്പോഴെല്ലാം എയറിനൊരു വലിയ ശാന്തമായ ഒരു തണുപ്പ് തോന്നി, ഒരു വളരെ സോഫ്റ്റ്. അപ്പം ഞാൻ ചോദിക്കും, ഇതേത് സ്ഥലമാണ്? അത് പോട്ടയാണ്. അപ്പോൾ ഞാൻ പറയും, അറ്റ്മോസ്ഫിയറിൽ പോലും അവരുടെ പ്രാർത്ഥന നിപ്പുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ഭവനത്തിൽ കയറിയാൽ അവിടെ അറിയാം വ്യത്യാസം. കലക്കമുള്ള ഭവനത്തിൽ കയറിയാൽ നമുക്കൊരു ഹെവിനെസ് തോന്നും. അത് പലപ്പോഴും ആത്മാവുള്ളവർക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവർ കടന്നു വന്നാൽ പോലും നമ്മുടെ ഭവനങ്ങളിൽ അവരെ ഈ പരിശുദ്ധാത്മാവ് ഹേമിക്കും. പിന്നെ ദൈവഹിതമില്ലാത്തവരെ ദൈവം അകറ്റുകയും ചെയ്യും. നമ്മുടെ തലമുറകൾ ദൈവത്തിൻ്റെ ഭവനമാക്കാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവരിൽ വസിക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ഭവനമാക്കി നമ്മളിന്ന് പ്രഖ്യാപിക്കുകയാണ്. 1 കൊരിന്ത്യർ 3:16 അത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു വാക്യമുണ്ട്, ദൈവത്തിൻ്റെ ഭവനം നോക്കേണ്ട ചുമതല ദൈവത്തിൻ്റെയാണ്. അത് ദൈവം ചെയ്യും, സംശയമില്ലാത്ത സത്യമാണ്. ആ ഭവനത്തെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ദൈവം അവൻ്റെ തല തെറിപ്പിക്കും. കർത്താവ് അത് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മന്ദിരം കണ്ട് ഇവിടെ ഞാൻ വായിക്കുന്നത് 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ശരീരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങൾ. അപ്പം നമ്മളൊരു മന്ദിരമാണ്, നമ്മളും മന്ദിരമല്ലേ? അത് വിശുദ്ധമാക്കണമെന്ന്, അത് നിർബന്ധമാണ്. അതുപോലെ തന്നെയാണ് ഈ 6:19 പറയുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഭവനമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പോൾ ഇപ്പോൾ ആത്മാവ് വസിക്കാൻ തുടങ്ങി. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടും. അത് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ കാലുകൾ, വചനം പറയുന്ന കാലുകൾ എത്ര മനോഹരം, നന്മ ചെയ്യുന്നത്, നല്ല കണ്ണുകൾ, കർത്താവിൻ്റെ വചനം കേൾക്കുന്നത്, വചനം പറയുന്നവർ, ഇതൊക്കെ ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടാണ്. കർത്താവ് ഭവനമെങ്കിൽ അവൻ ഉണ്ടാക്കുന്ന ഭവനം നമ്മളായി മാറിയിരിക്കുന്നു. നമ്മുടെ ഭവനം അങ്ങനെ ആയിരിക്കുന്നു. കർത്താവ് അധികാരിയായിട്ട് ഇന്നു മുതൽ പ്രവർത്തിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം യേശുവിന് കൊടുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭവനം ചമയ്ക്കുന്നവൻ നീയാണ് കർത്താവ്. പഴയ നിയമത്തിൽ മോശ ഭവനം ചമച്ച് കർത്താവ് ദൈവം പറഞ്ഞിട്ട് തന്നെ. എന്നാൽ ഭവനം വിശ്വസ്തയോടെ അവനെല്ലാം ചെയ്തെങ്കിലും മോശ ഒരു ഭൃത്യൻ്റെ പദവിയിലാണ് പഴയ നിയമത്തിൽ നിന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു നമ്മുടെ ഭവനമായി മാറുകയാണ്. ഭവനം ചമയ്ക്കുന്നവനും അവൻ തന്നെ, ഭവനം ഉണ്ടാക്കുന്നവനും ഭവനവും അവൻ തന്നെയായി മാറുമ്പോൾ ഞങ്ങളും കർത്താവെ നിന്നിൽ ആശ്രയിക്കുമ്പോൾ
ഭവനങ്ങളായി മാറുകയാണ്. ഈ ഭവനത്തെ സൂക്ഷിക്കേണ്ട ചുമതല കർത്താവിൻ്റെതാണ്. ഇത് വേറെ ദൈവത്തിന് ഇഷ്ടമില്ലാതെ മണ്ണിൻ്റെ പുറത്തും ഒരു ആവശ്യമില്ലാത്ത സ്ഥലത്തും പണിയേണ്ടതല്ല കർത്താവ്. ഇത് ഉറച്ച പാറയാവുന്ന ക്രിസ്തുവിൽ, മൂലക്കല്ലാകുന്ന ക്രിസ്തുവിൽ വേലി കെട്ടിക്കൊണ്ട് ദൈവത്തിൻ്റെ പണിയുന്നതാണ്. ഇതിനൊരു എൻട്രൻസ് കർത്താവ്, ഇതിന് വാതുക്കൽ കർത്താവിൻ്റെ ഓൾട്ടർ ഓഫ് സാക്രിഫൈസ് വെച്ചിരിക്കുക. അപ്പച്ച കർത്താവിൻ്റെ അതിവിശുദ്ധ സ്ഥലമാകുന്ന ഉള്ളിലേക്ക് കരുന്നതിന് മുൻപ് അതിൽ വേണ്ടാത്തതിനെ കരിച്ചു കളഞ്ഞിട്ട് വേണ്ടുന്നതിനെ ശുദ്ധീകരിച്ച് മാത്രമേ അകത്ത് കടത്താവേ. അതൻ 2 ദൂതന്മാരെ ഇടതുവലത്ത് നിർത്തണമേ. ഞങ്ങളുടെ മക്കളുടെ ഹൃദയത്തിന് വാതുക്കൽ നിൻ്റെ ആത്മാവ് ശക്തിയോടെ ദൂതന്മാരെ നിർത്തണം. ഒരു ദുഷ്ടാത്മാക്കൾ അടുത്ത് വരാൻ നീ അനുവദിക്കത്തില്ല. അവൻ്റെ ഭവനത്തെ സൂക്ഷിക്കുവാൻ പറ്റിയായിട്ടുള്ള, കർത്താവിന് ചേർന്നതായിട്ടുള്ള ദൂതഗണങ്ങൾ കടന്നു വരട്ടെ അപ്പച്ച. അവിടെ കുഞ്ഞുങ്ങൾ ദൈവവചനത്തിൽ വായിക്കുക തന്നെയല്ല, അത് മെഡിറ്റേറ്റ് ചെയ്യുക തന്നെയല്ല, അതിൽ സന്തോഷിക്കുന്നവരും ദൈവത്തിൻ്റെ ആത്മാവിൽ ഭവനം പണിയുന്നവരുമാക്കി ഇന്ന് നമ്മളവരെ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ആത്മാവ് ചെന്ന് പ്രവർത്തിച്ചിരിക്കുന്നതിനാൽ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എഴുതപ്പെട്ട വചനങ്ങൾ കടന്നിയെന്ന് പുതപ്പ് പോലെ അവരുടെ മേൽ വീഴുമ്പോൾ അവൻ ജീവനുള്ള ഒരു ദേഹിയായി മാറിയിരിക്കുന്നതിനാൽ സ്തോത്രം. മക്കളെ ഉണർത്തി എഴുന്നേൽപ്പിച്ച ദൈവത്തിന്, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ എല്ലാം യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരുന്നു. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.